ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസുഖങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരായിരിക്കും നമ്മളൊക്കെ. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ എപ്പോഴും എല്ലാവരെയും പിന്തുടർന്നുകൊണ്ടിരിക്കും. മെൻ്റൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരും കുറവൊന്നുമല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് ചുറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അസുഖമുള്ളവർക്ക് അത് മാറാനും പ്രിവെൻഷനായിട്ട് രോഗം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും വിഷ്ണു സഹസ്രനാമത്തിലെ 2 വരി ശ്ലോകമാണ് പറയുന്നത്. ഇത് എല്ലാ ദിവസവും 3 തവണ വെച്ച് വേണം നമ്മൾ ജപിക്കാൻ. നമുക്ക് പൂജ വേണ്ട, ദീപം കൊളുത്തണമെന്നില്ല, യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ജപിക്കാൻ പറ്റുന്നതാണ് ഈ 2 ലൈൻ മന്ത്രങ്ങളെന്ന് പറയുന്നത്. അപ്പം അത് എന്താണെന്നുള്ളത് പറയാം. അതിനു മുൻപായിട്ട് ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ ദിവസം വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന വഴിപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് വൈകിട്ടാണെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ നാളെ ജൂൺ 2, ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ നമുക്ക് വ്യാഴം അതിൻ്റെ അടുത്ത രാശിയിലോട്ട് മാറുന്ന ദിവസം കൂടിയിട്ടാണ്. സോ വ്യാഴമാറ്റം നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അതിനായി ചെയ്യേണ്ടുന്ന വഴിപാടിനെക്കുറിച്ചും ഈ ഒരു ജൂൺ മാസം മുഴുവൻ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം. കാരണം വ്യാഴമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. ശനി ദശയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 7ര ശനി, കണ്ടകശനി ഇവയേക്കാൾ കൂടുതൽ നമ്മളെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുൻകരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് ധനവരവിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്ന വിഷ്ണു സഹസ്രനാമത്തിലെ 46 പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഒരുപാട് പേര് അതിന് നല്ല ഫലം കിട്ടി, 3 ദിവസം കഴിഞ്ഞ് കമൻറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, നല്ല പോണം, എവിടെ നിന്നൊക്കെയോ നമുക്ക് കയ്യിലോട്ട് ധനം വന്ന് ചേരുന്നുണ്ടെന്നുള്ളത്. കുറച്ച് പേര് പറഞ്ഞിരുന്നത് 46-ാമത്തെ ശ്ലോകം ഞങ്ങൾ ദിവസവും ചൊല്ലാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാനതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അതേ രീതിയിൽ നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. കാരണം ആ റിസൾട്ട് 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ നമ്മൾ അതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ 100% ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സഹസ്രനാമമാണ്. ഒരുപാട് പേര് വിഷ്ണു സഹസ്രനാമം ഡെയിലി ചൊല്ലുന്നവരായിരിക്കും. ഭീഷ്മ പിതാമഹനാണ് നമുക്ക് ഈ ഒരു വിഷ്ണു സഹസ്രനാമം പറഞ്ഞു തന്നത്. ആ വിഷ്ണു സഹസ്രനാമം റെക്കോർഡിക്കലി ചെയ്തത് നകുലനും സഹദേവനുമാണെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, നിങ്ങളുടെ അറിവിലോട്ടായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലോ കയ്യിലോ സ്ഫടികമാല നമ്മൾ ധരിച്ചുകൊണ്ടോ കയ്യിൽ പിടിച്ചുകൊണ്ടോ ജപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉത്തമം ആണെന്നാണ് പറയുന്നത്. കാരണം ഈ ക്രിസ്റ്റൽസ്, സ്ഫടികം എന്ന് പറയുന്നത് ക്ലിയർ കോഡാണ്. ആ ഒരു നമ്മൾ ചാൻറ്റ് ചെയ്യുന്ന മന്ത്രം എന്താണെങ്കിലും അതിനെ ഈ ഒരു ക്രിസ്റ്റൽസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. അപ്പം വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം, ദേവതകളുടെ മൂലമന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ കൂടുതലായിട്ട് തുളസിമാല, അതേപോലെ തന്നെ രുദ്രാക്ഷമാല ഒക്കെയാണ് ജപിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്ഫടികമാല വാങ്ങിക്കണം. സ്ഫടികമാല എന്ന് പറയുമ്പം ഇച്ചിരി വില, റേറ്റ് അധികം കൂടുതലാണ്. പക്ഷേ അത് നമുക്ക് നല്ല ഒരു ഓറ ക്ലെൻസ് തരുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ ഈ ഒരു സമയത്ത്, അതായത് ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം മന്ത്രങ്ങൾ ജപിക്കുമ്പം, അതായത് നമ്മൾ വിളക്ക് കൊളുത്തി മന്ത്രങ്ങൾ ജപിക്കുന്നവരാണെങ്കിലും അങ്ങനെ അല്ലാത്ത സമയത്തും മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ സ്ഫടികമാല ധരിച്ചാൽ അതിൻ്റെ ഫലം വളരെ കൂടുതലായിരിക്കും. മാഗ്നറ്റിക് ഓറയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സംശയമുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾ
ഏതെങ്കിലും ഒരു സഹസ്രനാമങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുമ്പം ഈ ഒരു സ്ഫടികമാല, അതായത് എല്ലാ മന്ത്രങ്ങളും ജപിക്കുമ്പം ഇടണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴോ ദേവീ മഹാത്മ്യം ജപിക്കുമ്പോഴോ നമ്മൾ ഈ ഒരു സ്ഫടികമാല കഴുത്തിലിട്ടുകൊണ്ട് ജപിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാന്തം എങ്ങനെയാണോ ഓരോ വസ്തുക്കളെ അതിലോട്ട് ആകർഷിക്കുന്നത്, അതേപോലെ നിങ്ങളിലോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആകർഷിച്ചെത്തുന്നത് ഒരു പ്രഭാവലയം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇത് റെഗുലറായിട്ട് ചെയ്യണം. റെഗുലറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ദിവസം ചെയ്തു, പിന്നെ മടി വന്ന് ഉപേക്ഷിച്ച് കഴിയുമ്പം നമ്മളിലോട്ട് എങ്ങനെയാണ് ആ സോഴ്സ് ഓഫ് എനർജി വരുന്നത്? അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നിർത്തരുത് ഇടയ്ക്ക് വെച്ച്. ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊരു സുഖം തോന്നിയില്ല, നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ തോന്നിയില്ലെങ്കിൽ കൊളുത്തണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് ബെഡിലിരുന്നു കൊണ്ടാണെങ്കിലും ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ നിങ്ങളുടെ അറിവിലോട്ടായിട്ട് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ മന്ത്രത്തിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ഈ ഒരു മന്ത്രം പറഞ്ഞതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട, ഡോക്ടറെ കാണണ്ട, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എന്തെങ്കിലും രോഗങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ മെഡിസിൻ എടുക്കണം. അതിനോടൊപ്പം എല്ലാ ദിവസവും 3 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ രോഗമില്ലാത്തവർ, ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് കൊറോണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തു, അതുപോലെയാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നതും. ഇപ്പോൾ പനി, ജലദോഷം പോലെയുള്ള കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ അതെപ്പോഴും നമുക്ക് വരുന്നതാണ്. അതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ വലിയ രോഗങ്ങൾ നമ്മളെ തേടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നത്. പിന്നെ ഇയർലി വൺസ് 6 മാസം കൂടുമ്പോൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ്, അതും നമ്മൾ മുടക്കരുത്. ഒരു ചെറിയ പനി വന്നാലോ അല്ലെങ്കിൽ കൈ മുറിഞ്ഞാലോ ഡോക്ടറെ കാണുന്നത്, അതും നമ്മൾ മുടക്കരുത്. രോഗങ്ങൾ ഉള്ളവർ ആ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ടും, അതേപോലെ രോഗങ്ങളില്ലാത്തവർ തന്നിലോട്ട് വലിയ വലിയ രോഗങ്ങൾ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഈ 2 ലൈൻ ശ്ലോകം ചൊല്ലുന്നത്. ഇപ്പം നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേണ്ടത് വിശ്വാസമാണ്. ഇത് ചൊല്ലിയാൽ എൻ്റെ രോഗം മാറിക്കിട്ടും എന്നുള്ള വിശ്വാസം, എന്നിലോട്ട് രോഗം വന്നു ചേരില്ല എന്നുള്ള വിശ്വാസം, ഇത് മസ്റ്റായിട്ട് വേണം. പിന്നെ ഡെയിലി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ശ്ലോകം എടുത്ത് പ്രത്യേകമായിട്ട് ചൊല്ലണമെന്നുള്ള നിർബന്ധമില്ല. കാരണം ഇത് വിഷ്ണു സഹസ്രനാമത്തിൽ അടങ്ങിയിരിക്കുന്ന ശ്ലോകമായതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം എന്തിനാണിത് ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചൊല്ലണം. ഇനി ഞാൻ പറഞ്ഞു, പീരിയഡ്സ് പുല, വാലായ്മ പോലുള്ള യാതൊരു കാര്യങ്ങളും ഇതിന് ബാധകമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ജപിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപോ അതിരാവിലെ എഴുന്നേറ്റുടനെ ബെഡിലിരുന്നോ നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ്. രോഗങ്ങളുള്ളവരാണെങ്കിൽ എവിടെയാണോ നമുക്ക് രോഗമുള്ളത് അവിടെ കൈകൾ അമർത്തി വെച്ചിട്ട് 3 പ്രാവശ്യം ജപിക്കാം. അതായത് തീരാത്ത മുട്ടുവേദന, കൈവേദന, ഷോൾഡർ പെയിൻ, മൈഗ്രെയിൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഈ ഒരു മന്ത്രം ജപിക്കണം. മുട്ടുവേദനയാണെങ്കിൽ മുട്ടിൽ കൈവെക്കാം, അല്ല ഷോൾഡർ പെയിൻ ആണെങ്കിൽ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും ജപിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മന്ത്രം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 103ാമത്തെ ശ്ലോകം, ഭഗവാൻ ധന്വന്തരിയോടുള്ള മന്ത്രം കൂടിയിട്ടാണ് ഇത്. രോഗനിവാരണമാണ് ഈ 2 ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം ഈ ഒരു ശ്ലോകം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതുമാത്രവുമല്ല ഇവിടെ എഴുതിയും കാണിച്ചേക്കാം. പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവനഃ തത്വം തത്വവിത് ഏകാത്മാ ജന്മമൃത്യു ജരാതികഃ. പ്രമാണം പ്രാണനിലയ പ്രാണഭൃത് പ്രാണജീവനഃ തത്വം തത്വവിത് ഏകാത്മാ ജന്മമൃത്യു ജരാതികഃ. ഇതാണ് മന്ത്രം എന്ന് പറയുന്നത്. വെറും 3 പ്രാവശ്യം മാത്രം നമ്മൾ ജപിക്കുക. നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കിയിരുന്ന്, ഇപ്പം നിലത്തിരുന്നോ ബെഡിലിരുന്നോ ചെയറിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം. നമ്മുടെ ആ ബോഡിയിലെ എനർജി ഫ്ലോ പെർഫെക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നടുവൊന്നും വളച്ചിരിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന്. രോഗങ്ങളുള്ളവർ നിങ്ങളുടെ രോഗമുള്ളത് എവിടെയാണോ അവിടെ
വലത്തെ കൈ വെച്ചുകൊണ്ട് ചൊല്ലാം. ഇനി അങ്ങനെ അല്ലാത്തവർ ചമ്രം പടഞ്ഞിരുന്ന് നമ്മുടെ നാഭിയോട് നമ്മുടെ കൈകൾ രണ്ടും കോർത്ത് വെച്ചിരുന്ന് എനിക്ക് അസുഖങ്ങളൊന്നും വരരുത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാം. അതായത് നമ്മൾ മെഡിറ്റേഷനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. ശരീരം നേരെ വെച്ച് ചമ്രം പടഞ്ഞ് നമ്മുടെ കൈകൾ രണ്ടും കോർത്ത് നമ്മുടെ നാഭിയോട് ചേർത്ത് വെച്ചിരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മന്ത്രം ചൊല്ലുന്ന രീതി. ആ രീതിയിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം. ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ മുഖവും കഴുകണം, വാ കഴുകണം, പല്ല് തേക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആ ബെഡിലിരുന്ന് ജപിച്ചതിന് ശേഷം നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികളിലോട്ട് ഇറങ്ങാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ജപിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇത് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും മിറക്കുലസ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.